അപ്പോൾ എന്നെപ്പോലെ ഒരു EV യൂസറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഫേസ് ചെയ്യുന്ന മേജർ ഒരു ഇഷ്യൂ കാണും. അതായത് നമ്മളൊരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കുത്തിയിടുന്നൊരു ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ അവിടെ കറണ്ട് കാണത്തില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഭയങ്കര ക്യൂ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന എമർജൻസി സിറ്റുവേഷനിൽ നമ്മളെ സംബന്ധിച്ചിട്ട് ചാർജ് ചെയ്യുക എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ടുള്ളൊരു പ്രോബ്ലം ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പലരും നമ്മൾ EV പോലെ അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. കാരണം ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അത്രമാത്രം നമ്മുടെ ഇവിടെ വെൽ ബിൽഡ് അല്ല. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ ഇപ്പം ഇനി അല്ലെങ്കിൽ നമ്മളിപ്പോൾ വേറൊരു സിനാരി എടുക്കാമെന്ന് പറഞ്ഞത്, ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ കുത്തിയിടാം എന്നുള്ളൊരു സിനാരി നമ്മൾ എടുത്തു. ഇപ്പം എൻ്റെയൊക്കെ വീട്ടിൽ ഉള്ളൊരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പണ്ട് കാലത്ത് വീട് ഡിസൈൻ ചെയ്ത സമയത്ത് ഈ ഒരു സ്റ്റൈലിൽ, അതായത് ഭാവിയിൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് വരും, ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് കുത്തിയിടാനുള്ള പ്ലഗ് വേണം എന്നുള്ള ഓപ്ഷൻസ് ഒന്നും നമ്മളാരും ചിന്തിക്കുന്ന കാണത്തില്ല. ഇപ്പം നമ്മുടെയൊക്കെ ബേസിക്കലി മേടിക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ അഡീഷണൽ ചാർജർ ഫിക്സ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇവർ തരുന്ന ഒരു എമർജൻസി ചാർജറുണ്ട്, ഒരു സ്മോൾ നമ്മുടെ ഒരു പവർ പ്ലഗിൽ കുത്താൻ പറ്റുന്ന സ്റ്റൈലൊരു ചാർജറുണ്ട്. ആ ചാർജറിൻ്റെ കേബിളിന് നല്ല നീളം കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചാർജർ നമുക്ക് വീട്ടിൽ കുത്തണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ കുത്തണമെന്ന് വരുമ്പം അത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കേസാണ്. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലം എന്ന് പറയുന്നത് എന്നെപ്പോലെ തന്നെ EV ഉള്ള എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള മേജർ ഒരു ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ അതിനൊരു അടിപൊളി സൊല്യൂഷൻ എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വാ, ഞാൻ കാണിച്ചു. അപ്പോൾ തന്നെ ഈ ബാഗിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ പ്രോബ്ലത്തിനൊക്കെയുള്ള സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതിൻ്റെ അകത്ത് നമ്മുടെ വണ്ട കറണ്ടിൻ്റെ W3 അൾട്രാ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജറാണുള്ളത്. ഇതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നമുക്ക് വേണ്ട ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ടാണ് പാഴ്സൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് മെയിൻലി ഇതാണ്ട് ഇങ്ങനെ ഒരു സ്വിച്ച് കാണും. അതായത് ഇവർ സേഫ്റ്റിക്കും കൺവീനിയൻസിനുമാണ് ഈ വണ്ട കറണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ സ്വിച്ച് എന്ന് പറയുന്നത് ഒരു RCBO ആണ്. അതായത് MCBO RCBO അല്ല, നമ്മുടെ ഈ ഒരു വേൾഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡിവൈസ് ആയിട്ടുള്ള RCBO ആണ് അവർ കൊടുത്തേക്കുന്നത്. അവരത് കൊടുത്തതിൻ്റെ കാരണം ഇതിൻ്റെ യൂസ് കേസ് സിനാരി എന്താണെന്ന് പറയട്ടെ. നമുക്കിതാണ്ട് ഇതിവിടെ ഇപ്പോൾ വണ്ടി ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെഹിക്കിളിൽ വരുന്ന ചാർജർ ഇവിടെ കുത്തിയിട്ട് നമുക്ക് ഈ ഒരു കേബിൾസ് ഉണ്ടല്ലോ, ഈ ഒരു കേബിൾസ് കൊണ്ട് നമുക്ക് വീടിൻ്റെ അകത്ത് നമുക്ക് കൊണ്ട് കുത്താം. ഇതൊരു 25 മീറ്റർ അല്ലെങ്കിൽ 82 ഫീറ്റ് വരുന്നൊരു കേബിളാണ്. നമ്മുടെ 15 ആംപിയർ പ്ലഗിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. മെയിൻലി 3 പ്രൊട്ടക്ഷൻസ് ആണ് അവൻ തരുന്നത്. ഒന്നെന്ന് പറയുന്നത് ഓവർലോഡ് പ്രൊട്ടക്ഷൻ, അതായത് കറണ്ട് കൂടി ഇപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ കൂടുതൽ ലോഡ് എടുത്തു കഴിഞ്ഞാൽ കേബിളുകൾ മൊത്തം ഉരുക്കി പോകാനോ അല്ലെങ്കിൽ ചൂടാവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതിനുള്ള പ്രൊട്ടക്ഷൻസ് തരുന്നുണ്ട്. രണ്ടെന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനാണ്. ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ കറണ്ട് കയറി വന്നിട്ട് തീയോ എക്സ്പ്ലോഷനോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് RCBO ഹെൽപ്പ് ചെയ്യും. മൂന്നെന്ന് പറയുന്നത് എർത്ത് ലീക്കേജ് ആണ്. നമുക്ക് എർത്ത് ലീക്ക് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊട്ടക്ഷൻസ് RCBO തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വണ്ടർ കറണ്ട് എന്ന് പറയുന്നത് സേഫ്റ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു റോഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ റോഡ് എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്യുന്ന എവിടെയെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എർത്തിങ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റോഡ് അവിടെ പോയി കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ആ യൂസ് കേസിനായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എർത്തിങ് കുറവുണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ, നമ്മളിത് കണക്ട് ചെയ്യുന്ന സമയത്ത് ആ റെഡ് ബട്ടൺ, പവർ ഉണ്ടെന്ന് കാണിക്കാനായിട്ട് റെഡ് ബട്ടൺ തെളിയും. ഇനി അത് കഴിഞ്ഞിട്ട് ഈ പച്ചയും കൂടെ ഓൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ലൈക്ക് എർത്തിങ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. ആ പച്ച ഓൺ ആവുന്നുണ്ടപ്പോൾ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഇനി ആ പച്ച ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ബ്ലിങ്ക് ചെയ്യുമോ അല്ലെങ്കിൽ ഡിം ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എർത്തിങ് പ്രോപ്പർ അല്ല. അങ്ങനെ വരുന്ന സിനാരിയിലാണ് നമുക്ക് ദാണ്ട് ഈ ഒരു സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് വളരെ വളരെ തിങ്ക് ചെയ്ത് വണ്ടർ കറണ്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഇനി ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ കാണിത്തേക്കുന്ന ഒരു സ്മാർട്ട് മീറ്റർ എന്ന് പറയുന്നത്. ഇതൊരു 6-in-1 മീറ്ററാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി കുത്തുന്ന സമയത്ത് എത്രമാത്രം പവർ കൺസ്യൂം ചെയ്തു, എത്രമാത്രം യൂണിറ്റ് കൺസ്യൂം ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന പവർ ഫാക്ടർ എത്രയാണ്, വോൾട്ടേജ് എത്രയുണ്ട്, ആംബിയർ എത്രയുണ്ട്, അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസും നമുക്ക് സ്മാർട്ടായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ശരിക്കും ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഈ കേബിളിന് ഞാൻ പറഞ്ഞ പോലെ കുറേയധികം ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് ഈ ഒരു സോക്കറ്റ് ഉണ്ടാക്കിയേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വിപ്രോ പോലത്തെ MNCs ആണ്. അതായത് അത്രയധികം ക്വാളിറ്റി നോക്കിയിട്ടാണ് ഇവർ ബിൽഡ് ചെയ്തേക്കുന്നത്. നമ്മളിതൊരു 15 ആംപിയർ നമ്മുടെ വീടിൻ്റെ അകത്തുള്ളൊരു പവർ പ്ലഗിൽ കുത്തിയാൽ മതി. കുത്തുന്ന സമയത്ത് അവിടെ സപ്ലൈ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ കാണിക്കും. പിന്നെ വരുന്നതാണ് ഈ ഒരു കേബിൾ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. നമ്മൾ വീട്ടിലെ വല്ല എക്സ്റ്റൻഷൻ കേബിളൊക്കെ എടുത്തിട്ട് എപ്പോൾ കത്തിപ്പോയെന്ന് ചോദിച്ചാൽ മതി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്ക്വയർ mm 3 കോർ കേബിളുകളാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ കേബിൾ എന്ന് പറയുന്നത് ഏതൊക്കെ കമ്പനിയുടെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിക്യാബ് അല്ലെങ്കിൽ ഫിനോലെക്സ് പോലത്തെ അത്രയധികം ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കമ്പനീസിലെയാണ് ഇവരിത് യൂസ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനൊക്കെ കാര്യങ്ങളൊക്കെ തന്നു നിങ്ങൾക്ക്. ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയാണ് ഇപ്പോൾ വണ്ടിയുടെ അടുത്ത് ഓഫ് കോഴ്സ് ചാർജറിൻ്റെ അടുത്ത് നമ്മൾ പ്ലേസ് ചെയ്യുക. എന്നിട്ടാണ് നമുക്ക് ദാണ്ടെ ഇതുപോലെ വലിച്ചുകൊണ്ട് പോകുന്നത് ഒരു എളുപ്പമുണ്ട്. അത് മാത്രമല്ല, ഇനി ഇതിപ്പോൾ നമുക്ക് തിരിച്ച് കയറണം എന്നുണ്ടെങ്കിൽ അത് യൂഷ്വലി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. നമ്മുടെ വീട്ടിലെ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ ഒരു സ്റ്റൈലിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം.
എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇവർ വളരെയധികം തിങ്ക് ചെയ്താണ്ട് ഹാൻഡിൽ വരെ കൊടുത്തിട്ടുണ്ട്, അതാണ്ട് റൊട്ടേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇനി നമ്മുടെ XUV9 അകത്തുള്ള ചാർജർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ചാർജർ നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് ആ ഒരു പ്ലഗിൽ കുത്തി നമുക്ക് ഇതിൻ്റെ ചാർജിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ XUV9 മേടിച്ച സമയത്ത് നമുക്കൊരു എമർജൻസി ചാർജർ എന്ന് പറഞ്ഞൊരു കുഞ്ഞ് സാധനം കിട്ടില്ല. അതായത് ഇവർ വീട്ടിൽ വന്ന് ഫിക്സ് ചെയ്യുന്ന സാധനമല്ല, അതല്ലാതെ നമ്മൾ വീടിൻ്റെ അകത്തെ നോർമൽ പവർ പ്ലഗിലൊക്കെ കുത്തുന്ന അവരുടെ ഒരു ബേസിക് ചാർജർ ഉണ്ടല്ലോ, അതുകൊണ്ട് ഈ ഒരു സാധനമാണ് നമ്മൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നിങ്ങൾ ഏത് വണ്ടി മേടിച്ചാലും നമ്മൾ വേറെ അഡീഷണൽ പൈസയൊന്നുമില്ല, അവർ ഫ്രീ ആയിട്ട് തന്നെ തരുന്ന ഒരു ചാർജിങ് യൂണിറ്റാണ് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം, കാരണം ഇതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമുക്കൊരു പവർ സപ്ലൈ വരുന്നുണ്ട്, ചാർജ് ആണെങ്കിൽ ചാർജ് കാണിക്കുന്നുണ്ട്, ഫോൾട്ടി ആണെങ്കിൽ ഫോൾട്ടി കാണിക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള AC അഡാപ്റ്റർ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാം. ഇതിൽ കണക്ട് ചെയ്ത് നമ്മുടെ പോർട്ടിലേക്ക് കണക്ട് ചെയ്യാം. അതിനു മുമ്പ് ഇവനെ വലിച്ച് നമുക്ക് കൊണ്ട് നമ്മുടെ ഇവിടുത്തെ അകത്തുള്ളൊരു പവർ പ്ലഗിൽ നമുക്ക് കണക്ട്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 75 തൊട്ട് 85 ഫീറ്റ് വരെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് വളരെ യൂസ്ഫുള്ളാണ്. ഇപ്പം ഞാൻ കൊച്ചിയിലൊരു ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് എല്ലായിടത്തും ചാർജർ ഫിക്സ് ചെയ്യാനായിട്ട് അവിടുത്തെ അസോസിയേഷൻ സമ്മതിക്കത്തില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് നമ്മുടെ മുകളിൽ ജനലിൽ കൂടെ പതുക്കെ താഴോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ വർക്കിൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഈ ഒരു അണ്ടർ കറണ്ടിൻ്റെ ഈ ഒരു EV ചാർജർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ നമ്മളിതിവിടെ ജസ്റ്റ് ബേസിക്കലി നമ്മുടെ ഒരു നോർമൽ ഒരു 15 ആമ്പിയറിൻ്റെ പവർ പ്ലഗിനെ നമ്മൾ കണക്ട് ചെയ്തു. താണ്ടെ ഓൺ ആക്കിയപ്പോൾ സപ്ലൈ ഉള്ളതുകൊണ്ട് തന്നെ താണ്ടെ അവിടെ ഒരു ഇൻഡിക്കേഷനും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ RCBO ആണ്, അതായത് ഇതിപ്പോൾ ഓഫ് പൊസിഷനിലാണ് കിടക്കുന്നത്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ എർത്ത് ലീക്കേജസ് വന്നു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമത് നിങ്ങൾക്ക് ഷോർട്ട് സർക്യൂട്ട് ഒഴിവാക്കാൻ പറ്റും. മൂന്നാമതെന്ന് പറഞ്ഞാൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ കൂടെ ഇവന് തരുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം ഇത് സേഫസ്റ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇതിൽ തന്നെ നമ്മളത് ഓൺ ആക്കിയപ്പോഴത്തേക്കും നമുക്ക് റെഡ് കളർ കാണിക്കുന്നുണ്ട്, പവർ ഓക്കെ ആണെന്നുള്ളതാണ്. ഈ ഗ്രീൻ ലൈറ്റ് എന്താണ്ട് തെളിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എർത്തിങ്ങും പ്രോപ്പറായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ EV ചാർജർ ഇവരിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കാറിൻ്റെ സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് അറിയായിരിക്കില്ല, ഇവിടെ ഒരു സിംഗിൾ പ്രസ്സാണ്. സിംഗിൾ പ്രസ് അവൻ ഓപ്പൺ ആവും. AC മാത്രം ഉള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ മുകളിലത്തെ ഒരു സാധനം നമ്മൾ ഊരി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ പ്ലഗ് എടുത്തിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്, ഇതാണ്ടേ പ്രോപ്പറായിട്ട് അവൻ ചാർജിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ്ട് നമ്മൾ വെഹിക്കിളിൻ്റെ അകത്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും അവിടെ ഇപ്പോൾ AC ചാർജിങ് നടക്കുന്നുണ്ട്. 86% 3 കിലോവാട്ടിലാണ് ഇപ്പോൾ ചാർജിങ് നടക്കുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മുടെ സിനാരിയോയിൽ രണ്ട് ഈ പച്ച ലൈറ്റ് നല്ല പ്രോപ്പറായിട്ട് കത്തി നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ അത് കത്തി നിൽക്കുന്നില്ല, ഡിമ്മായിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഓഫ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ എർത്തിങ് പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ എർത്തിങ് ഒട്ടും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ എർത്തിങ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അതിനുള്ളൊരു സൊല്യൂഷനും കൂടെ നിങ്ങൾ കണ്ട പോലെ തന്നെ ഇവരുടെ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു പ്യുവർ കോപ്പർ എർത്തിങ് റോഡാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതൊരു പ്രോപ്പർ ഹാൻഡിലോട് കൂടിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞ സിനാരിയോ ഉണ്ടല്ലോ, അതായത് എർത്തിങ് പ്രോപ്പർ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് താണ്ടെ ഇവിടെ അവരൊരു കേബിളും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേബിളിൻ്റെ ഒരറ്റം നമുക്ക് താണ്ടെ ഇതിൽ കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് എർത്തിങ്ങിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഈ സാധനത്തിന് എടുത്തുകൊണ്ട് അപ്പോൾ നമുക്ക് താണ്ടെ ഈ ഒരു മെറ്റീരിയൽ, ഞാൻ അവിടെ നോക്കിയപ്പോൾ അവിടെ കുറച്ച് ഗ്രാസ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി എളുപ്പമുള്ളത് കോയിലിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ഇത് നമ്മളൊരു 3-4 ഫീറ്റ് അല്ലെങ്കിൽ 3-4 മീറ്ററിലേക്ക് താണ്ടെ ഇങ്ങനെ അങ്ങ് താത്തി, കുറച്ചും കൂടെ താത്തണമെങ്കിൽ താത്തി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു കണക്ഷൻ താണ്ടെ ഇവിടെ കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇപ്പുറത്തെ അറ്റം താണ്ടെ ഇത് നീളമുള്ള വയർ തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പുറത്തെ അറ്റം കൊണ്ട് നമ്മൾ നമ്മുടെ മെഷീനിൽ നമ്മൾ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ അത് ശരിക്കും വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒത്തിരി അധികം ചിന്തിച്ച് ചെയ്തിട്ടുള്ളൊരു കാര്യമാണെന്ന് നമുക്ക് പറയാം. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ചാർജിങ് സിനാരിയോയിൽ നമ്മൾ നമ്മുടെ സ്മാർട്ട് മീറ്ററിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് ദാണ്ട് ഇവിടെ കാണാം എത്ര വോൾട്ടേജാണ് എടുത്തിരിക്കുന്നുള്ളത്. നമ്മുടെ സിനാരിയോയിൽ ഇപ്പോൾ 217 വോൾട്ടേജാണ് ഇവിടെ കാണിക്കുന്നത്. 2.75 കിലോവാട്ട് പവർ തന്നെ എടുക്കുന്നുണ്ട്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 കറണ്ട് കണ്ടോ, 12.69 ആംബിയേഴ്സാണ് കറണ്ട് ഇപ്പോൾ എടുക്കുന്നത്. വീണ്ടും അവിടെ ഒരു എനർജി എത്രയാണെന്ന് കാണിക്കുന്നുണ്ട്. 3.02 കിലോ വാട്ട് അവർ, അതായത് കിലോ വാട്ട് അവർ ആണ് വന്നിരിക്കുന്നത്. പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്ട് നല്ല ഏറ്റവും സിനാരിയോ തന്നെയാണ്, 1ലാണ് നിൽക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെ അങ്ങ് ട്രിപ്പ് ആവും. അങ്ങനെ ട്രിപ്പ് ആകുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ്ലി ഒറ്റയടിക്ക് ഓഫ് ആകുമ്പോൾ അവിടെ ചാർജിങ് സ്റ്റോപ്പ് ആയെന്നുള്ള രീതിയിൽ നമ്മുടെ XUV-യിൽ റെഡ് കളർ കാണിച്ചു. ഇനി ഇതിപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഓൺ ആക്കി കഴിയുമ്പോഴത്തേക്കായിരിക്കും അവിടെ ചാർജിങ് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ കണ്ടോ വീണ്ടും അത് പച്ച കളർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ്ലി സേഫ് ആയിട്ടുള്ള ഡിവൈസാണ് നമ്മുടെ ഈ സാധനം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലൊക്കെ പിടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ട്, ഒട്ടും ചൂടായിട്ടില്ല. പിന്നെ എർത്തിങ് ഇതിവിടെ പ്രോപ്പർ ആയതുകൊണ്ട് നമുക്ക് അഡീഷണൽ എർത്തിങ് റോഡിൻ്റെ ആവശ്യമില്ല. ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമുക്കത് കണക്ട് ചെയ്ത് വയ്ക്കായിരുന്നു.
അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടക്കറണ്ടിൻ്റെ W3 അൾട്ര EV ചാർജറിൽ, അൾട്ര എന്ന് പറഞ്ഞാൽ അതായത് ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻ്റാണ്. അപ്പോൾ ആ ഒരു വേരിയൻറ്റിൽ നമ്മൾ നമ്മുടെ ചാർജും ഒക്കെ ചെയ്ത് നമ്മളൊരു ഡ്രൈവിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൽ എനിക്ക് ഭയങ്കരമായിട്ട് നമ്മളിത് യൂസ് ചെയ്തപ്പം എനിക്ക് മനസ്സിലായൊരു കേസ് എന്ന് പറയുന്നത്, നമുക്കൊരു ഇപ്പോൾ ഞാൻ പറഞ്ഞ 2 യൂസ് കേസ് സിനാരിയോസ് ഉണ്ടല്ലോ. അതായത് നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോവാം, ഇപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചറിൻ്റെ അടുത്ത് നമുക്ക് എമർജൻസി ആയിട്ട് എടുക്കേണ്ടി വന്നു. അപ്പോൾ അവിടെ ഒരിക്കലും നമ്മുടെ വീട്ടിലുണ്ടാകുന്നതായിട്ട് ചാർജർ കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സിനാരിയോസിൽ നമുക്ക് ഈ എമർജൻസി പാക്ക് അവരുടെ വീടിൻ്റെ അകത്ത് വളരെ സിമ്പിളായിട്ട് കൊണ്ട് കുത്തിയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മുടെ തന്നെ വീട്ടിലാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾക്ക് 2-3 വീടൊക്കെ ഉണ്ടെങ്കിൽ എല്ലായിടത്തും കൊണ്ട് നമുക്ക് ഇവർ തരുന്ന ചാർജർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു സിനാരിയോയിലാണെങ്കിലും നമ്മുടെ ബേസിക്കലി വീട്ടിലുള്ള ആ ഒരു 15 ആംപിയർ പവർ പ്ലഗിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. എമർജൻസി സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇന്ത്യയിലെ EV ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കുറച്ചും കൂടെ ഡെവലപ്പ് ആവാനുണ്ട് പലയിടത്തും. അങ്ങനെയുള്ളപ്പോഴൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് എൻ്റെ EVs എല്ലാം തന്നെ ഞാൻ വീട്ടിൽ കുത്തിയിടുകയാണ് ചെയ്യാറ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് എത്രമാത്രം എഫിഷ്യൻറ്റ് എക്കണോമിക്കലും ആണെന്നറിയാം. അപ്പോൾ അതിന് സപ്പോർട്ടായിട്ടുള്ളൊരു പ്രോപ്പർ ഒരു ഡിവൈസ് തന്നെയാണ് ഇവർ ഈ തന്നേക്കുന്നത്. അപ്പോൾ ഇതിന് 2 കാര്യങ്ങളുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കൺവീനിയൻസ് നമ്മളെ സംബന്ധിച്ചിട്ട് വളരെയധികം കൺവീനിയൻ്റ്. ആ സാധനം തുറക്കാനും അടയ്ക്കാനും ഒക്കെ വളരെ സിമ്പിളാണ്. ഒട്ടും ഹാസിലില്ലാതെ പ്രോപ്പർലി ഡിസൈൻഡ് ആയിട്ടുള്ള വളരെ ക്വാളിറ്റി മെറ്റീരിയൽ വെച്ചിട്ട്, പോളികാർബണേറ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ചാർജറാണ്. ചാർജർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റലിജൻറ്റ് എക്സ്റ്റൻഡർ നമുക്ക് പറയാൻ പറ്റും. ഇൻ്റലിജൻറ്റ് എക്സ്റ്റൻഡറാണ് ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇവരതിന് സേഫ്റ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതായത് എർത്തിങ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ഒരു എർത്തിങ് നമുക്ക് തന്നെ അഡീഷണൽ ആയിട്ട് കൊണ്ട് ചെയ്യാൻ പറ്റും. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് അത്. അപ്പോൾ അത്രയും സേഫ്റ്റിക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ RCB ആണ് യൂസ് ചെയ്യുന്നത്. അതായത് RCBനേക്കാളും MCBനേക്കാളും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഡിവൈസ് ആയിട്ടുള്ള RCB ആണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും, ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഉണ്ടാവും, എർത്ത് ലീക്കേജ്, റെസിഡ്യൂവൽ പ്രൊട്ടക്ഷനും കാര്യങ്ങളും. അങ്ങനെ ഈ 3 പ്രൊട്ടക്ഷനും അത് നല്ല പ്രോപ്പറായിട്ട് തരുന്നുണ്ട്. പിന്നെ കേബിൾസൊക്കെ ആണെങ്കിൽ 4 സ്ക്വയർ വരുന്ന മെറ്റീരിയൽസ് വെച്ചിട്ട് 3 കോർ പോളിക്യാബ് പോലത്തെ കമ്പനീസിൻ്റെ മെറ്റീരിയൽസാണ്, അഡാപ്റ്റർ വിപ്രോ പോലത്തെ കമ്പനീസിൽ നിന്നാണ് അവർ പർച്ചേസ്. അത്ര ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് അവർ ബിൽഡ് ചെയ്തേക്കുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 2 കൊല്ലം വാറണ്ടി, അതായത് 1 കൊല്ലം അഡീഷണൽ വാറണ്ടിയും കൂടെ ചേർത്ത് 2 കൊല്ലം. ഇനി അതല്ല ആമസോൺ പോലത്തെ വെബ്സൈറ്റുകളിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് 1 കൊല്ലമാണ് വാറണ്ടി കിട്ടുന്നത്. ആ വാറണ്ടി എന്ന് പറയുന്നത് നമുക്ക് ഹോമിൽ വന്ന് പിക്കപ്പ് ചെയ്ത് അവർ കൊടുക്കുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവരുടെ വെബ്സൈറ്റിലാണെങ്കിൽ ഇപ്പോൾ കുറേ ഓഫേഴ്സും ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 14,500 രൂപയ്ക്ക് 14,500 ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ശരിക്കും ആവശ്യമുള്ളൊരു പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് തോന്നുന്നത്. അതുമാത്രമല്ല സേഫ്റ്റിക്കും കൺവീനിയൻസിനും ഒത്തിരിയധികം പ്രാധാന്യം കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഡു ഗിവ് ഇറ്റ് ഔട്ട് എ ട്രൈ. സോ ദിസ് ഈസ് യുവർ ദീപക് രാജ് ആൻഡ് ഡോക്ടർ റൈ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.